أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنه كان فريق من عبادي يقولون ربنا آمنا فاغفر لنا وارحمنا وأنت خير الراحمين فاتخذتموهم سخريا حتى أنسوكم ذكري وكنتم منهم تضحكون إني جزيتهم اليوم بما صبروا أنهم هم الفائزون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1132 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 109 മുതൽ 111 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ. قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين ربنا أخرجنا منها فإن عدنا فإنا ظالمون قال اخسئوا فيها ولا تكلمون إنه كان فريق من عبادي يقولون ربنا آمنا فاغفر لنا وارحمنا وأنت خير الراحمين فاتخذتموه سخريا حتى أنسوكم ذكري وكنتم منهم تضحكون إني جزيتهم اليوم بما صبروا أنهم هم الفائزون صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 105 മുതൽ 111 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ആദ്യ ഭാഗം നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് 109 ആയത്ത് മുതൽ 111 വരെയുള്ള ആയത്തുകളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സത്യനിഷേധികൾ മരണമാസന്നമാവുകയും അവരുടെ പിന്തുടർന്നു വന്നിരുന്ന മാർഗം ഏറ്റവും ദൗർഭാഗ്യകരമായ നഷ്ടം അവർക്ക് വരുത്തി വച്ചിരിക്കുന്ന ഒരു മാർഗമായിരുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് തങ്ങളെ ഒരിക്കൽ കൂടി ഭൂമുഖത്തേക്ക് തന്നെ തിരിച്ചയക്കണം, നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം വിജയമാക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു അവസരം കൂടി തരണം എന്ന് അള്ളാഹുവിനോട് കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിനോടുള്ള പ്രതികരണമായിട്ട് അള്ളാഹു പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പഠിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സംഭാഷണത്തിന്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്ന 109 മുതൽ 111 വരെയുള്ള ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. അള്ളാഹു ഇന്നലെ നമ്മൾ വായിച്ച ആയത്തില് അവരോടൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ. നമ്മുടെ ആയാത്തുകൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെടുകയുണ്ടായിരുന്നില്ലേ? നിങ്ങൾ എന്നിട്ട് അതിനെ കളവാക്കുകയായിരുന്നല്ലോ. അതിനോട് പ്രതികരിച്ചുകൊണ്ട് അവർ പറഞ്ഞത് റബ്ബന ഗലബത അലൈനാ ശഖ്വതുന,
ഞങ്ങളുടെ അല്പത്വം, ഞങ്ങളുടെ ഭാഗ്യദോഷം ഞങ്ങളെ കീഴ്പ്പെടുത്തി കളഞ്ഞു. വകുന്ന ഖൗമൻ ളാലീൻ, ഞങ്ങൾ വല്ലാതെ പിഴച്ചു പോയൊരു കൂട്ടർ തന്നെ ആയി മാറിപ്പോയി. അതുകൊണ്ട് റബ്ബന അഖ്രിജ്ന മിൻഹ, ഈ നരകത്തിൽ നിന്ന് റബ്ബെ നീ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങൾ വീണ്ടും ആ പഴയ സ്വഭാവത്തിലേക്കും തിരസ്കാരത്തിലേക്കും ധിക്കാരത്തിലേക്കും സത്യനിഷേധത്തിലേക്കും തന്നെയാണ് തിരിച്ചു പോകുന്നതെങ്കിൽ ഫൈന്നാ ളാലിമൂൻ, ഒരു സംശയവും ഇല്ല, ഞങ്ങള് അക്രമകാരികളും അതുപോലെ ദുഷ്ടന്മാരും തന്നെയാണ് എന്നത്, ഞങ്ങൾ ആ ശിക്ഷ അർഹിക്കുന്നു എന്നത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ വീണ്ടും അവസരം ലഭിച്ചിട്ട് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പെരുമാറുന്നതെങ്കിൽ ഈ വിധത്തിലുള്ള ശിക്ഷ അർഹിക്കുന്ന ലാലിമുകൾ തന്നെയാണ് ഞങ്ങൾ എന്നത് ഉറപ്പായ കാര്യമായി. ഇതാണ് മറ്റൊരു അവസരം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ അള്ളാഹുവിനോട് പറയുകയുണ്ടായത്. അള്ളാഹു പക്ഷെ അവരുടെ രണ്ടാമതൊരു അവസരം ചോദിച്ചുകൊണ്ടുള്ള ആ വിലപിച്ച് കരയലിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അള്ളാഹു പറയുന്നത് ഇഖ്സഊ ഫീഹ വലാ തുകല്ലിമൂൻ, നിങ്ങൾ അവിടെ കഴിഞ്ഞുകൂടിക്കോളും, അപഹാസ്യരായി നിന്ദിതരായി, നിങ്ങൾക്ക് എല്ലാ നിന്ദയും മാനഹാനിയും ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ തന്നെ കഴിയാം. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വേണ്ടി മുതിരണ്ട. വലാ തുകല്ലിമൂൻ, നിങ്ങൾ എന്നോട് സംസാരിക്കുക തന്നെ വേണ്ട. ഇതാണ് അവരോട് അള്ളാഹുവിന്റെ പ്രതികരണമായിട്ട് നമ്മൾ കാണുകയുണ്ട്. മറ്റൊരാൾക്ക് ഈ നിഷേധത്തിന്റെ മാർഗത്തിലേക്ക് നീങ്ങിയ ഇങ്ങനെ ഒരു ജീവിതാന്ത്യം ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരവസരം നൽകുക എന്നത് അള്ളാഹുവിന്റെ സംവിധാനത്തിൽ പെട്ടതേ അല്ല. അങ്ങനെ ഒരു സംഗതി ഇല്ല, അത് പ്രയോജനകരവുമല്ല. നേരത്തെ അള്ളാഹു വ്യക്തമാക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇത് മറ്റൊരവസരം കിട്ടിയത് കൊണ്ട് അത് ഇവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നത്. കാരണം അവരെ തിരിച്ചയക്കുകയാണെങ്കിൽ പഴയ പോലെ ഈ അനുഭവങ്ങളെ കുറിച്ചൊന്നും ഓർമ്മയില്ലാത്ത കാലിയായ മനസ്സോടുകൂടിയാണ് അവർ മറ്റൊരു ജീവിതാവസരം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഭൂമുഖത്തെത്തുക. അവരുടെ പ്രതികരണം പഴയതുപോലെ തന്നെ ആവുകയുള്ളൂ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവരെ തിരിച്ചയച്ചത് കൊണ്ട്, വീണ്ടും ഒരു അവസരം അവർക്ക് നൽകിയത് കൊണ്ട് അവർക്കോ വേറെ ആർക്കെങ്കിലുമോ ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ അള്ളാഹുവിന്റെ അത് സംബന്ധമായിട്ടുള്ള തീരുമാനം അങ്ങനെ ഒരു അവസരം ഒരാൾക്കും വീണ്ടും നൽകുന്നതല്ല എന്നതാണ്. എന്നിട്ട് അള്ളാഹു തുടർന്ന് അവരെ കേൾപ്പിക്കുകയാണ്. ഈ നിഷേധികളെ വീണ്ടും ഒരു അവസരം തരണം എന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ടിരുന്ന നിഷേധികളോട് ചില കാര്യങ്ങൾ കൂടി, അവരുടെ ഈ ശിക്ഷ ഏറ്റുവാങ്ങാൻ കാരണമാകുന്ന വിധത്തിലുള്ള ധാർഷ്ട്യം നിറഞ്ഞ നിലപാട്, അത് എത്രത്തോളം ശിക്ഷാർഹമായിരുന്നു എന്നത് അവരെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കൂടി അള്ളാഹു വെളിപ്പെടുത്തുകയാണ്. അത് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളിൽ അള്ളാഹു ഉയർത്തി കാണിക്കുകയാണ്. ഇന്നഹു കാന ഫരീഖുൻ മിൻ ഇബാദി യഖൂലൂന റബ്ബന ആമന്ന ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റഹീമീൻ. എന്റെ അടിമകളുടെ കൂട്ടത്തിൽ, എന്റെ ഇബാദുകളുടെ കൂട്ടത്തിൽ ഒരു സംഘമുണ്ടായിരുന്നു, ഒരു വിഭാഗമുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അവരുടെ പ്രത്യേകത എന്താണ്? യഖൂലൂന, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതായിരുന്നു അവരുടെ രീതി. റബ്ബന ആമന്ന, ഞങ്ങളുടെ നാഥ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഫഗ്ഫിർ ലനാ വർഹംന, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണമേ, മർഹമത്തും നൽകണമേ. ഞങ്ങളുടെ വീഴ്ചകളും പോരായികകളും
ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്ന സ്ഖലിതങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ. വറഹംന, ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ചെയ്യണമേ, ഞങ്ങളുടെ മേൽ നീ കരുണ വർഷിക്കണമേ. അൻത ഖൈറുർ റാഹിമീൻ, നീയാണ് കാരുണികരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന വിധത്തിൽ കാരുണ്യം കാണിക്കുന്നവൻ. അൻത ഖൈറുർ റാഹിമീൻ, ഈ വിധത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരന്റെ ഇബാദുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതൊരു വസ്തുതയാണ്, നിങ്ങൾക്കറിയാം. ഇവിടെ അഭിസംബോധന ചെയ്യപ്പെടുന്നത് ഈ രണ്ടാമതൊരു അവസരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്യനിഷേധികളാണ്. അവരോടാണ് പറയുന്നത്, നിങ്ങൾക്കറിയാലോ ഇങ്ങനൊരു കൂട്ടര് എന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അവരുടെ പ്രാർത്ഥന ഈ വിധാണ്: റബ്ബന ആമന്ന, ഞങ്ങളുടെ നാഥ, ഞങ്ങള് വിശ്വാസികളായിരിക്കുന്നു. അള്ളാഹുവിന്റെ ഏകത്വത്തിലും പാരത്രിക ജീവിതത്തിലും അവന്റെ പ്രവാചകന്മാരിലൊക്കെ വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ. ആ വിശ്വാസം അവരെ വലിയ എളിമയും വിനയവും ഒക്കെ ഉള്ളവരാക്കി മാറ്റിയിരുന്നു എന്നതാണ് നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പല കാര്യങ്ങളിലൊന്ന്. ഒരു സത്യവിശ്വാസി എന്നത് വിശ്വാസത്തിന്റെ ഫലമായിട്ട് തന്നെ വിനയവും എളിമയും ഉള്ളവനായിട്ട് മാറും. തന്റെ തെറ്റുകുറ്റങ്ങള് ഏറ്റുപറഞ്ഞുകൊണ്ട് റബ്ബിനോട് മഗ്ഫിറത്തും മർഹമത്തും തേടുന്ന വിധത്തിൽ മനസ്സ് അവരുടേത് ആ എളിമ കാണിക്കുന്ന വിധത്തിലായി മാറിയിട്ടുണ്ടാവും. വിശ്വാസം അവരെ ഔദത്യമുള്ളവരാക്കിയിട്ട് മാറ്റില്ല. ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്, ഞങ്ങൾക്ക് ഒരു പോരായികയും ഇല്ല, ഞങ്ങളെല്ലാം തികഞ്ഞ ആളുകളാണ് എന്നൊരു മനസ്ഥിതിയോടുകൂടിയല്ല അവര് അവരുടെ വിശ്വാസത്തെയും തുടർന്നുള്ള ജീവിത സന്ദർഭങ്ങളെയും അവര് സമീപിക്കുക. സത്യവിശ്വാസം ഉൾക്കൊണ്ടതിന്റെ തന്നെ ഫലമായിട്ടാണ് മനസ്സുകൾ തരളിതമായ അവസ്ഥയിൽ അവര് അള്ളാഹുവിന്റെ നേരെ കൈകൾ ഉയർത്തിക്കൊണ്ട് പറയുന്നത്, ഞങ്ങൾക്ക് വീഴ്ചകൾ ഒരുപാട് പറ്റിപ്പോയിട്ടുണ്ടാവും റബ്ബേ, ഞങ്ങളുടെ പോരായികകൾ പലതും ഉണ്ട്, ഞങ്ങളുടെ കഴിവുകേട് പലതും ഉണ്ട്, ഉദ്ദേശപൂർവവും അല്ലാതെയൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നു പോയ ഒരുപാട് പിഴവുകളുണ്ട്. ഇതൊക്കെയും തന്നെ നീ മഗ്ഫിറത്താക്കി തരണം. ഞങ്ങളോട് അത് കൂടാതെ, മഗ്ഫിറത്ത് കൊണ്ട് മാത്രം കാര്യം നടക്കില്ല, അതുകൂടാതെ നിന്റെ മർഹമത്തും കൂടി ഞങ്ങൾക്ക് നീ വർഷിക്കണം. നിന്റെ കാരുണ്യം പുറത്തു വന്നുകൊണ്ട് ഞങ്ങൾ വക്കത്ത് നിൽക്കുകയുള്ളൂ. നിന്റെ മർഹമത്ത് കൂടി കിട്ടുമ്പോഴാണ് ഞങ്ങൾക്ക് ജീവിത വിജയം നേടാൻ സാധിക്കുക. അതുകൊണ്ട് റബ്ബന ആമന്ന ഫഗ്ഫിർ ലന വർഹംന, ഞങ്ങളുടെ നാഥ, ഞങ്ങള് വിശ്വാസികളായിരിക്കുന്നു, വിശ്വാസത്തിന്റെ മാർഗം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഇത് പറയുമ്പോ അവരുടെ മനസ്സുകള് പ്രതീക്ഷാ നിർഭരമാണ്. കാരണം അവര് തേടുന്നത് ആരോടെങ്കിലും അല്ല, കാരുണികരുടെ കൂട്ടത്തിൽ ഏറ്റവും കാരുണികനായ, കരുണയുടെ തന്നെ പ്രതീകമായ, അല്ലെങ്കിൽ കാരുണ്യം സ്വന്തം പ്രകൃതമായിട്ട് അംഗീകരിച്ച് എഴുതി വെച്ചിരിക്കുന്ന റബ്ബിനോടാണ് അവർ തേടുന്നത്. ആ ഒരു പ്രതീക്ഷയാണ് അവര് തുടർന്നുള്ള വാക്കുകളിൽ പ്രകടിപ്പിക്കുന്നത്. വഅൻത ഖൈറുർ റാഹിമീൻ, നീയാണല്ലോ റാഹിമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായവൻ, കരുണ ചെയ്യുന്നവരുടെ കൂട്ടത്തില് ഏറ്റവും ഉത്തമനായത്, ഏറ്റവും ഉത്കൃഷ്ടനായവൻ നീയാണല്ലോ. ഇതാണ് അവരുടെ പ്രതീക്ഷ. ഈ പ്രതീക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് അവർ അള്ളാഹുവിനോട് മഗ്ഫിറത്തും മർഹമത്തും തേടുന്നത്. സത്യവിശ്വാസികൾ ഒരിക്കലും തന്നെ
വിശ്വാസം ഉൾക്കൊണ്ടു എന്നത് ഞങ്ങളെല്ലാം തികഞ്ഞവരായി എന്നൊരു തോന്നലുണ്ടാക്കുന്നവർ ആക്കി മാറ്റുന്നില്ല. മറിച്ച് അവരുടെ പോരായ്മകളെയും വീഴ്ചകളെയും പരിമിതികളെയും ഒക്കെ ഏറെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ തന്നെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരണം എന്ന് തേടാൻ മനസ്സ് പാകപ്പെട്ടവരായിരിക്കും അവർ. അവരാവശ്യപ്പെടുന്ന വിധത്തിൽ അവരോട് അവർക്ക് മർഹമത്ത് നൽകാനും അവരുടെ വീഴ്ചകളും പോരായ്മകളും ഒക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കാനും ഒക്കെ വളരെ വലിയ വിശാലതയുള്ളവനാണ് അവരുടെ റബ്ബ് എന്ന ഒരു ബോധ്യം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഇവിടെ ഈ സംഭാഷണം അള്ളാഹു സത്യനിഷേധികളോടായിട്ടാണ് നടത്തുന്നത്. എന്റെ ഇബാദുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, ഒരു സംഘമുണ്ടല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്കറിയാലോ അങ്ങനെ ഒരു സംഘത്തെ. എന്തായിരുന്നു നിങ്ങളുടെ അവരോടുള്ള പ്രതികരണം? ഇതായിരുന്നു വിഷയം. എന്റെ ഇബാദുകളുടെ കൂട്ടത്തിൽ ഒരു ഫരീഖ്, ഒരു വിഭാഗം, എന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നവരാണ്. നിങ്ങളുടെ നിലപാടും പ്രതികരണവും ഒക്കെ അവരോട് എന്തായിരുന്നു എന്നതാണ് ഇവിടുത്തെ വിഷയം. അത് അള്ളാഹു ചോദ്യരൂപത്തിലല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ പറയുകയാണ്. തുടർന്ന് എന്താണത്? ഫത്തഖതുമൂഹും സഖരിയ്യ, നിങ്ങൾ അവരെ പരിഹസിക്കുകയായിരുന്നു. അള്ളാഹുവിൽ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അവന്റെ മഗ്ഫിറത്തും മർഹമത്തും തേടിക്കൊണ്ടിരുന്ന എന്റെ ഇബാദുകളുടെ കൂട്ടത്തിലെ ഒരു സംഘത്തെ അവരുമായി ഇടപഴകാനോ സമ്പർക്കപ്പെടാനോ അവസരം ഉണ്ടായപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? ഫത്തഖതുമൂഹും സഖരിയ്യ, അവരെ നിങ്ങൾ പരിഹസിക്കുകയായിരുന്നു. വളരെ പരസ്യമായിട്ട് തന്നെ അവരെ അപഹസിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഹത്ത അൻസൗക്കും ദിക്രി, അതിന്റെ ഫലം എന്താ ഉണ്ടായത്? അവരോട് നിങ്ങൾ കാണിച്ച വിരോധവും അവരോട് പ്രകടിപ്പിച്ച ആ പരിഹാസവും ഒക്കെ നിങ്ങളെ ഒരു കാര്യം മറപ്പിച്ചു കളഞ്ഞു. എന്താണത്? ദിക്രി, എന്നെ കുറിച്ചുള്ള സ്മരണ. എന്നെ ഓർക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിസ്മൃതിയിലായിപ്പോയി. അതിന്റെ കാരണം എന്താ? സ്വാലിഹികളായ ഈ ഇബാദുകളെ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരുന്നു. അത് കാരണമായിട്ട് അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ നിന്ന് ദൈവചിന്ത എന്നത് തന്നെ അങ്ങ് മറപ്പിച്ചു കളഞ്ഞു. അള്ളാഹ് കുറെ കാലത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് ഓഫാക്കിയിട്ടു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ പോലും ഇല്ലാത്തവരായി മാറി നിങ്ങൾ. അത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ശാപമാണ്. ഈ സംഘത്തെ, അള്ളാഹുവിന്റെ ഇബാദുകളുടെ കൂട്ടത്തിലെ അള്ളാഹുവിനോട് വിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് മഗ്ഫിറത്തും മർഹമത്തും തേടിക്കൊണ്ടിരുന്ന ഒരു വിഭാഗത്തെ നിരന്തരം നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായിട്ട് അൻസൗക്കും ദിക്രി, എത്രത്തോളം നിങ്ങളുടെ പരിഹാസം പോയി? അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിങ്ങളിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നത് വരെ അത് നീണ്ടുപോയി. അപ്പോ ഈ അകാരണമായിട്ട് അന്യായമായിട്ട് ചിലരെ പരിഹാസത്തിന് വിധേയമാക്കുന്നത്, അങ്ങനെ പരിഹസിക്കുന്ന ആളുകളുടെ മേൽ അതിന് തിരിച്ചടി ഉണ്ടാകുന്നു എന്നത് ഇവിടെ ഒരു സൂചനയായിട്ട് നമുക്ക് നൽകപ്പെടുന്നുണ്ട്. നമ്മൾ ആരുടെ പോരായ്മയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ അറിവില്ലായ്മ കാരണമായിട്ട് മറ്റുള്ളവരെ പരിഹസിക്കുന്നുവെങ്കിൽ ആ പരിഹാസം, നമ്മളെ മലയാളത്തിലെ ഒരു പ്രയോഗം കടമെടുത്ത് പറയുകയാണെങ്കിൽ അറം പറ്റും. അത് നമ്മളെ മേല് അതിന്റെ ഇമ്പാക്റ്റ് വന്ന് പതിക്കുന്നത് ഒരു സാധ്യതയാണ് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. അപ്പൊ നിങ്ങള് നമ്മുടെ ഇബാദുകളുടെ കൂട്ടത്തിലെ നമ്മോട് മഗ്ഫിറത്തും മർഹമത്തും തേടിക്കൊണ്ടിരുന്ന ആ സംഘത്തെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അത് എത്രത്തോളം നീണ്ടുപോയി നിങ്ങളുടെ പരിഹാസം? ആ പരിഹാസത്തിന്റെ
കാഠിന്യം കാരണമായി, പാരുഷ്യം കാരണമായി, അതിന്റെ നൈരന്തര്യം കാരണമായി നിങ്ങളെ അതൊരു കാര്യം മറപ്പിച്ചു കളഞ്ഞു. ഹത്താ അൻസൗക്കും ദിക്രി, എന്റെ സ്മരണ നിങ്ങളിൽ നിന്ന് അവർ മറപ്പിച്ചു കളഞ്ഞു. അവർ എന്ന് പറഞ്ഞാൽ അവർ കാരണമായി, അല്ലെങ്കിൽ അവരുടെ നേരെ നിങ്ങൾ കാണിച്ച പരിഹാസം കാരണമായി. വകുന്തും മിൻഹും തൽഹഖൂൻ, മാത്രമല്ല നിങ്ങൾ അവരെ കളിയാക്കി ചിരിക്കുക കൂടിയായിരുന്നല്ലോ. അവരെ പരസ്യമായി പരിഹാസത്തിന് വിധേയമാക്കിയതിന് പുറമെ ആളുകൾ കാണെ നിങ്ങൾ അവരെ കളിയാക്കി ചിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപഹസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ അവരുടെ കാര്യത്തിൽ. വകുന്തും മിൻഹും തൽഹഖൂൻ, എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ആരെങ്കിലും പരിഹസിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ വിവരക്കേട് കൊണ്ട്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ പരിഹസിക്കാൻ പറ്റുന്നത്. പരിഹസിക്കപ്പെടുന്നവരെക്കാൾ ആ വിധത്തില് പരിഹസിക്കപ്പെടാൻ അർഹത നമ്മൾ അങ്ങനെ അവരെ പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ഉണ്ടാവും. അത് നമ്മൾ അറിയാതെ പോവുകയാണ്. ഇവിടെ ജീവിതം കൊണ്ട് അവരൊരു വലിയ പാഠം പഠിപ്പിക്കപ്പെടുകയാണ്. നിങ്ങൾ ഈ കൂട്ടരെ, എന്റെ ഇബാദുകളിലെ സത്യവിശ്വാസത്തിന്റെ അടിത്തറയിൽ നിലക്കൊണ്ടുകൊണ്ട് മഗ്ഫിറത്തും മർഹമത്തും തേടിക്കൊണ്ടിരുന്ന ഒരു സംഘത്തെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ പരിഹാസം മാത്രമല്ല, നിങ്ങൾ അവരെ വളരെ പരസ്യമായി കളിയാക്കി ചിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പരിഹാസത്തിന്റെ കാഠിന്യമോ വ്യാപ്തിയോ അതിന്റെ സാമൂഹ്യ പരതയോ ഒക്കെ കൂടുതൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ഈ രണ്ട് വ്യത്യസ്ത പ്രയോഗങ്ങളിലൂടെ. രണ്ടും ഉദ്ദേശിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. ഫത്തഖ്തുമൂഹും സഖരിയ എന്ന് പറഞ്ഞതും വകുന്തും മിൻഹും തൽഹഖൂൻ എന്ന് പറഞ്ഞതും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ പരിഹാസത്തിന്റെയും അപഹാസത്തിന്റെയും ആളുകൾക്കിടയിൽ വെച്ച് കളിയാക്കുന്നതിന്റെയും പല അളവുകളും പല ഡിഗ്രിയൊക്കെ ഉണ്ട് അതിന്. ഒരേ രീതിയിലല്ല. പരിഹാസം ചിലപ്പോൾ കൂടുതൽ വ്രണപ്പെടുത്തുന്നതാണ്, കൂടുതൽ മാനസികമായ വ്യഥയുണ്ടാക്കുന്നതാണ്. ചിലപ്പോഴ് ആരും കണ്ടിട്ടോ അറിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അവഗണിക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ അത് വളരെ മാരകമായ പരിക്ക് അതിന്റെ ഇരകളെ ഏൽപ്പിക്കുന്നുണ്ടാവും. പരിഹസിക്കുന്നവരത് അറിഞ്ഞോളണമെന്നില്ല. പരിഹസിക്കുന്നവൻ അത് നാളെ മറ്റന്നാളെ ആയിട്ട് തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ടാവും എന്ന് കരുതും. പക്ഷെ ഇരയാക്കപ്പെട്ടവന്റെ ഹൃദയത്തിൽ വലിയ മുറിവ് തന്നെ അത് സൃഷ്ടിച്ചിട്ടുണ്ടാവും. അപ്പം പരിഹാസത്തിന് പല തലങ്ങളും പല അളവുകളും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അവരെ പരിഹാസപാത്രങ്ങളായിട്ട് എടുക്കുകയായിരുന്നു, അവരെ നിങ്ങൾ കളിയാക്കി ചിരിക്കുകയായിരുന്നു. ഇത്രത്തോളം നിങ്ങൾ പോയതിന്റെ കാരണമായിട്ട് നിങ്ങൾ അള്ളാഹുവിനെ തന്നെ മറക്കാനിടയായി. പിന്നീട് ഒരിക്കലും നിങ്ങളുടെ സ്രഷ്ടാവായ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നില്ല. എപ്പോഴെങ്കിലും ഒരു ഉണർത്തൽ ഉണ്ടായിക്കൊണ്ട് സൗഭാഗ്യകരമായ ഒരു തിരിച്ചുവരവിലേക്ക് നിങ്ങൾക്ക് വരാൻ പിന്നീട് സാധിക്കുന്നില്ല. നിങ്ങളെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഈ പരിഹാസ നിലപാട് കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതാക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നു, നിങ്ങളെപ്പോ തിരിച്ചയക്കണം എന്നാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കൂട്ടരെ പരിഹസിച്ചുകൊണ്ടിരുന്നതാണ്. അവര് പരിഹാസം അർഹിക്കുന്നവരായിരുന്നില്ല. വളരെ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിന് വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് മഗ്ഫിറത്തും മർഹമത്തും തേടിക്കൊണ്ടിരുന്ന സുഹൃതവാന്മാരായ ഉത്കൃഷ്ടരായ ആളുകളായിരുന്നു അവര്. അവരെ നിങ്ങൾ പരിഹസിക്കുകയും കളിയാക്കി ചിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ. അതാണ് അള്ളാഹുവിനെ നിങ്ങൾ പൂർണ്ണമായും വിസ്മരിക്കാൻ നിങ്ങൾക്കൊരു കാരണമായി മാറിയത് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. എന്നിട്ട് അള്ളാഹു പറയുന്നത്,
ഇന്നി ജസൈത്തുഹുമുൽ യൗം. എന്താണ് ആ കൂട്ടരുടെ അവസ്ഥ എന്ന് നിങ്ങൾക്ക് അറിയണോ? നിശ്ചയമായിട്ടും ഞാൻ അവർക്ക് ഇന്ന് ഏറ്റവും ഉചിതമായ പ്രതിഫലം നൽകിയിരിക്കുന്നു. നിങ്ങളെപ്പോലെയല്ല. നിങ്ങള് ഇഖ്സഉ ഫീഹ എന്നാണ് നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞത്. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ അവിടെ നിന്ദ്യരായി അപഹാസിതരായി കഴിഞ്ഞുകൊള്ളുക നരകത്തിൽ. എന്റെ അടുക്കലേക്ക് മിണ്ടി പറയാൻ വേണ്ടി വരികയേ വേണ്ട, എന്നോട് മിണ്ടേ വേണ്ട, സംസാരിക്കുകയേ വേണ്ട എന്നാണ് അള്ളാഹു ഈ കുഫാറുകളോട് പറഞ്ഞതെങ്കിൽ, സത്യവിശ്വാസ മാർഗം സ്വീകരിച്ച ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു പറയുന്നത് ഇന്നി ജസൈത്തുഹുമുൽ യൗമ, ഇന്നേ ദിവസം ഞാൻ അവർക്ക് ഏറ്റവും ഉചിതമായ പ്രതിഫലം നൽകിയിരിക്കുകയാണ്. എന്തിന്റെ പേരിലാണ്? ബിമാ അസ്വബറു, അവര് കാണിച്ച ആ സഹനത്തിന്റെ പേരിൽ. നിങ്ങളൊക്കെ ഒരുപാട് പരിഹാസം വാരി ചൊരിഞ്ഞിട്ടല്ലോ അവരുടെ മേല്. നിങ്ങളൊക്കെ ഒരുപാട് ദ്രോഹിച്ചല്ലോ അവരെ കളിയാക്കി ചിരിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ലല്ലോ. അതൊക്കെ അവര് സഹിച്ചതാണ്. തങ്ങളുടെ റബ്ബിനെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഈ പരിഹാസമൊക്കെ അവർ സഹിക്കുകയായിരുന്നു. അതിന്റെ പ്രതിഫലം എന്നോണം നാം ഇന്ന് അവർക്ക് ഏറ്റവും യോജിച്ച പ്രതിഫലം നൽകിയിരിക്കുകയാണ്. ഇന്നി ജസൈത്തുഹുമുൽ യൗം, നിശ്ചയമായിട്ടും ഞാൻ അവർക്ക് അതിനുള്ള ഏറ്റവും യോജിച്ച പ്രതിഫലം നൽകിയിരിക്കുകയാണ്. ബിമാ സ്വബറു, അവര് കാണിച്ച ഈ സഹനത്തിനും ക്ഷമക്കും ഒക്കെ അതിന്റെയൊക്കെ പേരിൽ എന്താണ് നൽകപ്പെട്ടിരിക്കുന്ന പ്രതിഫലം? അന്നഹും ഹുമുൽ ഫായിസൂൻ, അവര് തന്നെയാണ്, അവർ മാത്രമാണ് വിജയികൾ എന്നതാണ് അവർക്ക് നൽകിയിരിക്കുന്ന പ്രതിഫലം. ആ ഒരു പദവിയിലേക്ക്, ആ ഒരു മർത്തബയിലേക്ക് നിങ്ങളെ കയറ്റി വെക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. നിങ്ങൾ രണ്ടാമതൊരു അവസരം ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പരിഹാസത്തിനും കളിയാക്കലിനും ഇരയായിരുന്ന സത്യമാർഗം പിൻപറ്റിയ ഉത്കൃഷ്ടരായ ഒരു സംഘം ജനങ്ങളുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അവരോടുള്ള വിരോധം, അവരോടുള്ള പരിഹാസം, അവരെ നിന്ദിച്ച് കൊണ്ട് നോക്കിക്കണ്ടത്, ഇതൊക്കെ കാരണമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ തന്നെ പൂർണ്ണമായി നഷ്ടപ്പെടുകയായിരുന്നല്ലോ. ഇന്ന് ഞാൻ അവർക്ക് ഏറ്റവും ഉചിതമായ പ്രതിഫലം നൽകിയിരിക്കുകയാണ്. അവരുടെ സഹനത്തിനുള്ള പ്രതിഫലമാണത്. നിങ്ങളെയൊക്കെ ഒരുപാട് സഹിച്ചു അവർ. ആ സഹനത്തിനുള്ള പ്രതിഫലമായിട്ടാണ് ഇന്ന് ഞാൻ അവർക്ക് ജസാ നൽകിയിരിക്കുന്നത്. എന്താണ് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രതിഫലം? അന്നഹും ഹുമുൽ ഫായിസൂൻ, അവർ തന്നെയാണ്, അവർ മാത്രമാണ് വിജയികൾ എന്നതാണ് അവർക്കായിട്ട് അള്ളാഹു നൽകുന്ന സമ്മാനം. ഓഫ് ഓൾ ദ പീപ്പിൾ ദീസ് ആർ ദ വിക്ടോറിയസ് എന്ന് പറയുന്ന വിധത്തിലാണ്. ഈ കണ്ട ജനങ്ങളൊക്കെ ഉണ്ടായിട്ടും അവരുടെ കൂട്ടത്തില് അള്ളാഹു വിജയികളായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളുടെ പരിഹാസത്തിന് നേരത്തെ വിധേയരായ, നിങ്ങൾ കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്ന ആ സാധു മനുഷ്യരെയാണ്. അതാണ് അവർക്കുള്ള പ്രതിഫലം. അവരാണ് വിജയികളായിരിക്കുന്നത് എന്നത് തന്നെയാണ് അവർക്കുള്ള പ്രതിഫലം. അതിഭയങ്കരമായ ദിഷണാശാലികൾ ഉണ്ടായിരുന്നല്ലോ, വലിയ സർഗാത്മകമായ കഴിവുകൾ ഉണ്ടായിരുന്ന, പ്രതിഭകൾ ഉണ്ടായിരുന്നല്ലോ, കലാകാരന്മാരുണ്ടായിരുന്നല്ലോ, വലിയ ബുദ്ധിരാക്ഷസന്മാരുണ്ടായിരുന്നല്ലോ. അവരൊക്കെയും തന്നെ എവിടെയാണെന്ന് നോക്കൂ. അവരൊക്കെയും തന്നെ ഏത് വിധത്തിലുള്ള ആക്ഷേപത്താണ് ഇപ്പോ ഏറ്റുവാങ്ങിയിരിക്കുന്നതെന്ന് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. നിങ്ങളുടെ പരിഹാസത്തിന് വിധേയരായിരുന്ന ദുർബലരായ പാവങ്ങളായ കുറെ ആളുകൾ വേറെ ഉണ്ടായിരുന്നു. അവര് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് റബ്ബിനോട് മഗ്ഫിറത്തും മർഹമത്തും തേടിക്കൊണ്ടിരുന്നവരാണ്. ആ അടിയാറുകൾക്ക് ഇന്ന് നാം ഏറ്റവും ഉചിതമായ പ്രതിഫലം നൽകിയിരിക്കുന്നു. അത് അവരാണ് വിജയികൾ എന്നതാണ് പ്രതിഫലം. ഈ ബുദ്ധിരാക്ഷസന്മാരോ സർഗധനന്മാരായ പ്രതിഭാശാലികളോ ഈ സമൂഹത്തെ സ്വാധീനിച്ചു കൊണ്ടിരുന്ന
നേതാക്കന്മാരോ നായകന്മാരോ ഒന്നുമല്ല. വിജയിച്ചിട്ടുള്ളത് ഈ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹനം അവലംബിച്ചുകൊണ്ട് നിലക്കൊണ്ട സത്യനിഷേധികളുടെ പരിഹാസത്തിനും കളിയാക്കലിനും നിരന്തരമായി ഇരകളാക്കപ്പെട്ടുകൊണ്ടിരുന്ന ആ സാധു മനുഷ്യരാണ്. ഇന്ന് നാം അവർക്ക് വളരെ തെളിമയുള്ള പ്രതിഫലം തന്നെ നൽകിയിരിക്കുകയാണ്. അവർ മാത്രമാണ് വിജയികൾ എന്നതാണ് അവർക്കിന്ന് നാം നൽകിയിരിക്കുന്ന പ്രതിഫലം. അവരുടെ പ്രതിഫലത്തിന്റെ തിളക്കം കെടുത്തിക്കളയുന്ന ഒരു നടപടിയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം തന്നുകൊണ്ട് വിജയിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന നിലക്ക് ഒരു അവസരം നിങ്ങൾക്ക് തുറന്നു തരുന്നത് പോലും ഈ സാധു മനുഷ്യരെ അവരുടെ വിജയത്തിനെ തിളക്കമില്ലാതാക്കി മാറ്റുന്ന ഒരു സംഗതിയാണ്. ഒരിക്കലും തന്നെ നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം നൽകപ്പെടുന്നതല്ല. അവർ തന്നെയാണ്, അവർ മാത്രമാണ് വിജയികൾ എന്ന ഒരു വലിയ വ്യതിരിക്തത, ഡിസ്റ്റിങ്ഷൻ നേടിക്കൊണ്ടാണ് അവര് ഇപ്പോ വിജയശ്രീലാളിതരായിരിക്കുന്നത്. അതാണ് നാം അവർക്ക് നൽകിയിട്ടുള്ള പ്രതിഫലം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്തുകളിൽ വിജയം അർഹിക്കുന്നതാര്, പരാജയം അടയുന്നതാര് എന്നത് നേരത്തെ വിശദമാക്കിയിട്ടുള്ളതാണ്. അതിന് ഒന്നുകൂടി വ്യക്തത വരുത്തിക്കൊണ്ട് ഊന്നി പറയുകയാണ് അള്ളാഹു ഈ ആയത്തുകളിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വേദിയിൽ നിരന്തരമായി പങ്കെടുക്കാറുണ്ടായിരുന്ന നമ്മളുടെയൊക്കെ വളരെ അടുത്ത സുഹൃത്തായ അബ്ദുസലാം കുട്ടിലങ്ങാടി, അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു, സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മ ഈ ഇന്ന് കാലത്ത് അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പാരത്രിക ജീവിതം അള്ളാഹു ഏറ്റവും സൗഭാഗ്യകരമാക്കി മാറ്റട്ടെ. അവർക്ക് ശേഷം അടുത്ത പരീക്ഷണങ്ങളിൽ അള്ളാഹു നമ്മെ അകപ്പെടുത്താതിരിക്കുകയും സ്വർഗാവകാശികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.